നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ മെഡിസപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡയാലിസിസ് ചികിത്സ തുടരുന്ന കിഡ്നി രോഗികളോട് ചികിത്സയ്ക്ക് നേരിട്ട് പണമടയ്ക്കണമെന്ന് ആശുപത്രി അധികൃതർ. രാജ്യത്ത് ഇന്ധനവില കൂട്ടി. പെട്രോൾ, ഡീസൽ വിലകളിലാണ് വർധനവ്. SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.7% ആണ് വിജയ ശതമാനം. ഇന്ധന വിലവർധന മൂലം സാധാരണ ജനങ്ങൾക്ക് മേലുള്ള ആഘാതം കുറയ്ക്കാൻ എന്തു ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിക്കുകയാണെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാത്തതിനെ തുടർന്ന് ഇടഞ്ഞുനിന്ന രമേശ് ചെന്നിത്തലയെ വീട്ടിലെത്തി കണ്ട് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. കാലവർഷം എത്തും മുമ്പേ സംസ്ഥാനത്ത് മഴ കനക്കുന്നു. അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ മെഡിസപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡയാലിസിസ് ചികിത്സ തുടരുന്ന കിഡ്നി രോഗികളോട് ചികിത്സയ്ക്ക് നേരിട്ട് പണം അടയ്ക്കണമെന്ന് ആശുപത്രി അധികൃതർ ആവശ്യപ്പെടുന്നതായി പരാതി. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ ആശ്രിതർക്കുമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പിൽ ഓരോ മാസവും നിശ്ചിത പ്രീമിയം ഈടാക്കുമ്പോഴും വർഷങ്ങളായി ജീവൻ നിലനിർത്താൻ സ്ഥിരമായി ഡയാലിസിസിനെ ആശ്രയിച്ചു കഴിയുന്ന നിരവധി രോഗികൾക്ക് ആശുപത്രി അധികൃതരുടെ ഈ നിലപാട് വലിയ തിരിച്ചടിയായി. മെഡിസപ്പിലൂടെ ലഭിക്കേണ്ട തുക സർക്കാർ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ മെഡിസപ്പ് കാര്യാലയവുമായി രോഗികളും ബന്ധുക്കളും ബന്ധപ്പെടുമ്പോൾ ഡയാലിസിസിനുള്ള തുക ഇതിനകം അംഗീകരിച്ചതായും നടപടികൾ പൂർത്തിയായതുമായാണ് മറുപടി ലഭിക്കുന്നതെന്ന് അവർ പറയുന്നു. ഇതിനിടയിൽ ആശുപത്രി സൂപ്രണ്ടിനോട് ഉൾപ്പെടെ വിഷയം ചൂണ്ടിക്കാട്ടിയിട്ടും പണം ലഭിക്കാതെ ചികിത്സ തുടരാനാകില്ല എന്ന കടുത്ത നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാണ് രോഗികളുടെ ആരോപണം. ചികിത്സ തുടരണമെങ്കിൽ രോഗികൾ തന്നെ തുക അടയ്ക്കണമെന്ന ആവശ്യവും ഉയർന്നതോടെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. സർക്കാർ ശമ്പളത്തിൽ നിന്നും കൃത്യമായി പ്രീമിയം ഈടാക്കുന്ന പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് ചികിത്സാ സേവനം ലഭിക്കണമെങ്കിൽ വീണ്ടും സ്വന്തം പക്കൽ നിന്നും പണം കണ്ടെത്തേണ്ടി വരുന്നത് മെഡിസപ്പ് പദ്ധതിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണെന്നാണ് വിമർശനം. ഇൻഷുറൻസ് പദ്ധതിയുടെ പേരിൽ പ്രീമിയം മാത്രം വാങ്ങി ആവശ്യ സമയത്ത് ചികിത്സ നിഷേധിക്കുന്നത് അനീതിയാണ് എന്ന വികാരമാണ് രോഗികളിലും ജീവനക്കാരിലും ശക്തമാകുന്നത്. പ്രശ്നത്തിന് പരിഹാരം തേടി ജില്ലാ മെഡിക്കൽ ഓഫീസറെ സമീപിച്ചപ്പോഴും കാര്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് ആക്ഷേപം. പരാതി ജില്ലാ കളക്ടറുടെ ഗ്രീവൻസ് സെല്ലിൽ നൽകാനാണ് നിർദ്ദേശം നൽകിയതെന്നും ആരോഗ്യവകുപ്പിന്റെ സേവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ചോദ്യങ്ങൾക്ക് പോലും വ്യക്തമായ മറുപടി നൽകാതെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് DMO സ്വീകരിക്കുന്നതും രോഗികളുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. വിഷയം സ്ഥലം MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ ഫലപ്രദമായ പരിഹാരം ഉണ്ടായിട്ടില്ല. MLA DOയുമായി സംസാരിച്ചെങ്കിലും ആശുപത്രി അധികൃതരുടെ നിലപാടിൽ മാറ്റമുണ്ടായില്ല എന്നാണ് വിവരം. ആരു പറഞ്ഞാലും പണം അടയ്ക്കാതെ ഡയാലിസിസ് നടത്താനാകില്ല എന്ന സമീപനമാണ് ആശുപത്രി ഭരണകൂടം തുടരുന്നതെന്നും രോഗികൾ പറയുന്നു. ജീവൻ നിലനിർത്താനുള്ള അത്യാവശ്യ ചികിത്സയായ ഡയാലിസിസിനെ സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ തടസ്സപ്പെടുത്തുന്നത് ഗുരുതരമായ മനുഷ്യാവകാശ പ്രശ്നമാണെന്ന വിമർശനവും ശക്തമാണ്. ദിവസേന ചികിത്സയ്ക്കായി ആശുപത്രിയെ ആശ്രയിക്കുന്ന സാധാരണ കുടുംബങ്ങളിലെ രോഗികളോടാണ് ഈ സമീപനം എന്നതും പ്രതിഷേധം ശക്തമാക്കുന്നു. മെഡിസപ്പ് പദ്ധതിയുടെ പേരിൽ കോടികൾ പ്രീമിയമായി ഈടാക്കുന്ന സർക്കാർ അതിന്റെ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി ആശുപത്രികൾക്ക് ലഭ്യമാക്കി
ലഭ്യമാക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ടോ എന്ന ചോദ്യവും ഇതോടെ ഉയരുകയാണ്. സർക്കാർ ആശുപത്രികളിൽ പോലും ഇൻഷുറൻസ് പരിരക്ഷ പ്രായോഗികമല്ലാത്ത അവസ്ഥ തുടരുകയാണെങ്കിൽ മെഡിസെപ്പ് പദ്ധതിയുടെ പ്രസക്തി തന്നെ പുനഃപരിശോധിക്കേണ്ട സാഹചര്യമാണെന്നാണ് പൊതുവെ വിമർശനം. ഡയാലിസിസ് പോലുള്ള ജീവൻ രക്ഷാ ചികിത്സകൾ തടസ്സമില്ലാതെ ഉറപ്പാക്കുന്നതിനായി സർക്കാർ അടിയന്തരമായി ഇടപെട്ട് കുടിശ്ശിക വിഷയത്തിൽ വ്യക്തത വരുത്തുകയും രോഗികൾക്ക് സൗജന്യ ചികിത്സ തുടരുമെന്ന ഉറപ്പ് നൽകുകയും വേണം എന്നാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്ന ആവശ്യം. മനക്കുളങ്ങര ലയൺസ് ക്ലബ് പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ചു വരുന്ന പ്രതിമാസ സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പുകളുടെ പരമ്പരയിലെ 175ാമത് ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബ് എല്ലാ മാസവും നടത്തിവരുന്ന ഒരു സ്ഥിര സേവനമാണ് നേത്രപരിശോധന. അതുപോലെ തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട്, അത് കേരളത്തിലെ അറിയപ്പെടുന്ന പ്രമുഖ ഹോസ്പിറ്റലായിട്ടുള്ള പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയിൽ വെച്ച് സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. 2010 മുതൽ നടന്നു വരുന്നു. ഇനി ഈ ഞായറാഴ്ച മെയ് 17 നടക്കാൻ പോകുന്നത് 175ാമത്തെ ക്യാമ്പാണ്. അപ്പോൾ ഇതുവരെ ലയൺസ് ക്ലബിലെ ഞങ്ങളുടെ അറിവില് മറ്റൊരു ലയൺസ് ക്ലബും ഇങ്ങനെ തുടർച്ചയായിട്ട് 175 ക്യാമ്പുകൾ നടത്തി. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ്. ഇതുവരെ നടന്ന ക്യാമ്പുകളിലായി 13,700 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഇവരിൽ 6,000 പേർക്ക് സൗജന്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിക്കൊടുക്കുകയും ചെയ്തതായി ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ P. രാധാകൃഷ്ണൻ, K. സജീവ് മേനോൻ, AR ആംസൺ, അനിൽ വടക്കേടത്ത് എന്നിവർ പങ്കെടുത്തു. വളരെ ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ്. അവിടെ തന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ട് നടത്താറ്. ഇതിനെ സഹായിക്കാൻ എല്ലാവരും ഈ സ്കൂളിൽ ഒരുക്കി തരുന്ന ഒരു സ്കൂളിലെ അറിയിക്കുന്നത് പഞ്ചായത്തിൻ്റെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പഞ്ചായത്ത് എല്ലാവരും നന്ദി പറയുന്നു. ക്യാമ്പിന്റെ സമയം കാലത്ത് 9 മുതൽ ഉച്ചയ്ക്ക് 12. രാജ്യത്ത് ഇന്ധനവില കൂട്ടി. പെട്രോൾ, ഡീസൽ വിലകളിലാണ് വർധനവ്. ലിറ്ററിന് 3 രൂപ 4 പൈസ വർദ്ധിപ്പിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇന്ധനവില വർദ്ധിച്ചത്. വില ഇനിയും ഉയരുമെന്ന ആശങ്കയെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പമ്പുകളിൽ വൻ തിരക്കും പരിഭ്രാന്തിയും അനുഭവപ്പെട്ടു. പലയിടങ്ങളിലും ഇന്ധനം തീർന്നു എന്ന ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന് 110 രൂപ 75 പൈസയും ഡീസലിന് 99 രൂപ 63 പൈസ എന്നിവയാണ് വില. കൊച്ചിയിൽ പെട്രോൾ 108 രൂപ 78 പൈസ, ഡീസലിന് 97 രൂപ 67 പൈസ. കോട്ടയത്ത് പെട്രോളിന് 109 രൂപ 28 പൈസ, ഡീസലിന് 98 രൂപ 14 പൈസ. ഡൽഹിയിൽ 1 ലിറ്റർ പെട്രോളിന് 97 രൂപ 77 പൈസ, ഡീസലിന് 90 രൂപ 67 പൈസ എന്നിവയാണ് നിലവിലെ വില. ചെന്നൈയിൽ പെട്രോൾ ലിറ്ററിന് 103.67 രൂപയും ഡീസലിന് 95 രൂപ 25 പൈസ. നിലവിൽ 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അവസാനിച്ചതിന് പിന്നാലെയാണ് വില വർധനവ്. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കയറ്റവും വർദ്ധിച്ചുവരുന്ന ഇറക്കുമതി ചെലവുമാണ് വില വർധനവിലേക്ക് നയിച്ചത്. SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.7% വിജയശതമാനം. 4,14,290 പേർ പരീക്ഷ എഴുതിയതിൽ 4,10,456 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. 30,514 പേർ ഫുൾ A+ നേടി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഫലം പ്രഖ്യാപിച്ചത്. ഉച്ചയ്ക്ക് 3:30 മുതൽ ഔദ്യോഗിക ഫലം വെബ്സൈറ്റിൽ ലഭ്യമായി. കഴിഞ്ഞ വർഷം 99.5% വിജയം. 20,771 പെൺകുട്ടികൾ A+ നേടി. A+ നേടിയ ആൺകുട്ടികളുടെ എണ്ണം
9,743. വിജയം കൂടുതലുള്ള റവന്യൂ ജില്ല പത്തനംതിട്ടയാണ്. ഏറ്റവും കൂടുതൽ വിജയം നേടിയ വിദ്യാഭ്യാസ ജില്ല കുട്ടനാട്. ഏറ്റവും കൂടുതൽ A+ കൊല്ലം ജില്ലയിലാണ്. പുനർമൂല്യനിർണ്ണയത്തിന് 16 മുതൽ 21 വരെ അപേക്ഷ നൽകാം. പാഠ്യപദ്ധതിയിൽ വരുത്തിയ മാറ്റമാകാം വിജയശതമാനം കുറയാൻ കാരണമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് അധികൃതർ പറഞ്ഞു. പരീക്ഷ ജൂൺ ആദ്യവാരം നടക്കും. ഇന്ധനവില വർധന മൂലം സാധാരണ ജനങ്ങൾക്ക് മേലുള്ള ആഘാതം കുറയ്ക്കാൻ എന്തു ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിക്കുകയാണെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. പൊതുവെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് കേരളത്തിൽ വില കൂടുതലാണ്. എല്ലാ വശങ്ങളും പരിശോധിക്കുകയാണെന്നും VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രതിസന്ധികൾ തുടരുന്നതിനിടെയാണ് ഇരട്ടടിയായി രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ചത്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. ₹2.86 മുതൽ ₹3.29 വരെയാണ് കൂട്ടിയത്. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന് 110.75 രൂപയും ഡീസലിന് ₹99.63 വില. കൊച്ചിയിൽ പെട്രോളിന് ₹108.78 ഡീസലിന് ₹97.67 വില. കോട്ടയത്ത് പെട്രോളിന് ₹109.28, ഡീസലിന് ₹98.14 എന്നിവയാണ് വില. CNG വില കിലോ 2 രൂപയും കൂട്ടി. 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അവസാനിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ആഗോള വിപണിയിലെ അസംസ്കൃത എണ്ണയുടെ വിലക്കയറ്റം വർദ്ധിച്ചു വരുന്ന ഇറക്കുമതി ചെലവുമാണ് ഇന്ത്യയിൽ വില വർദ്ധിപ്പിക്കാൻ കാരണം എന്നാണ് റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാത്തതിനെ തുടർന്ന് ഇടഞ്ഞുനിന്ന രമേശ് ചെന്നിത്തലയെ വീട്ടിലെത്തി കണ്ട് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. ചെന്നിത്തല തന്റെ നേതാവും ജ്യേഷ്ഠ സഹോദരതുല്യനുമാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം VD സതീശൻ പറഞ്ഞു. ഈ വീട് നിർമ്മിച്ച കാലം മുതൽ താൻ ഇവിടെ വരുന്നതാണ്. അതിന് മാധ്യമങ്ങൾ പറയുന്നത് പോലെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന്റെ എല്ലാ അനുഗ്രഹവും പുതിയ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അതെല്ലാം പാർട്ടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്നും അദ്ദേഹവുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്നും VD സതീശൻ വ്യക്തമാക്കി. VD സതീശൻ മുഖ്യമന്ത്രിയായതിൽ സന്തോഷിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. വളരെയേറെ വ്യക്തിപരമായ ബന്ധങ്ങൾ ഉള്ളവരാണ് ഞങ്ങളെല്ലാവരും, ചെന്നിത്തല പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കാനുള്ള ദൗത്യം VD സതീഷിനെയാണ് പാർട്ടി ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിട്ടുള്ളത്. അത് പാർട്ടി പ്രവർത്തകരും ഞങ്ങളെല്ലാവരും ചേർന്ന് നിന്ന് നിറവേറ്റുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. എന്തെങ്കിലും ഉപാധിയുണ്ടോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ തമ്മിൽ എന്ത് ഉപാധിയെന്നും ചെന്നിത്തല തിരിച്ചു ചോദിച്ചു. നീറ്റ് പുനഃപരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. ജൂൺ 21 പരീക്ഷ നടക്കും. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് മെയ് 3 നടന്ന പരീക്ഷ റദ്ദാക്കിയിരുന്നു. നേരത്തെ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും ഫീസ് അടയ്ക്കേണ്ടതില്ലെന്നും അധികൃതർ അറിയിച്ചു. അടച്ച ഫീസ് തിരികെ നൽകും. പരീക്ഷാ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന നടപടികളിലേക്ക് കടന്നതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും വിദ്യാഭ്യാസ മന്ത്രാലയവും അറിയിച്ചു. പ്രവേശനം വൈകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് അടിയന്തര നടപടികൾ ഊർജിതമാക്കിയത്. മെയ് മാസത്തിലെ പരീക്ഷയ്ക്കായി അപേക്ഷിച്ച വിദ്യാർത്ഥികൾ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. പഴയ അപേക്ഷ തന്നെ പരിഗണിക്കും. മെയ് 3 നടന്ന പരീക്ഷയിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ പരീക്ഷ പൂർണ്ണമായി റദ്ദാക്കിയത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. NTA-യിലെയും വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെയും ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ഇതിനു പിന്നാലെയാണ് എത്രയും പെട്ടെന്ന് പരീക്ഷകൾ നടത്താൻ തീരുമാനിച്ചത്. എല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷയ്ക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുതിയ അഡ്മിറ്റ് കാർഡുകൾ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി വിതരണം ചെയ്യും. വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്ത പരീക്ഷാ നഗരങ്ങളിൽ മാറ്റമുണ്ടാകില്ലെങ്കിലും പരീക്ഷാ കേന്ദ്രങ്ങൾ മാറ്റി അനുവദിക്കാൻ സാധ്യതയുണ്ട്. മെയ് 3 നടന്ന പരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോർന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് പരീക്ഷകൾ റദ്ദാക്കിയത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. വ്യാഴാഴ്ച 240 രൂപ പവന് കൂടിയെങ്കിൽ വെള്ളിയാഴ്ച ഒറ്റയടിക്ക് 1640 രൂപയാണ് കുറഞ്ഞത്. ഒരു പവൻ സ്വർണത്തിന് ഇന്ന് 1,17,400 രൂപയാണ് വില. ഗ്രാമിന് 205 രൂപ കുറഞ്ഞു. 1 ഗ്രാം സ്വർണത്തിന് 14,675 രൂപ. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. ആഗോള വിപണിയിൽ എണ്ണ വില കൂടിയതടക്കമുള്ള വിഷയങ്ങളാണ്
നിയന്ത്രണങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിച്ചത്. ഇറാൻ യുദ്ധത്തെ തുടർന്നുള്ള സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കിടെ രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി ചുങ്കം 6% നിന്ന് 15% ഉയർത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കാലവർഷം എത്തും മുമ്പേ സംസ്ഥാനത്ത് മഴ കനക്കുന്നു. അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചു. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത്. ശനിയാഴ്ച തെക്കൻ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇടിമിന്നലിനും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിശക്ത മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ മെഡിസപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡയാലിസിസ് ചികിത്സ തുടരുന്ന കിഡ്നി രോഗികളോട് ചികിത്സയ്ക്ക് നേരിട്ട് പണമടയ്ക്കണമെന്ന് ആശുപത്രി അധികൃതർ. രാജ്യത്ത് ഇന്ധനവില കൂട്ടി. പെട്രോൾ, ഡീസൽ വിലകളിലാണ് വർധനവ്. SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.7% ആണ് വിജയ ശതമാനം. ഇന്ധന വിലവർധന മൂലം സാധാരണ ജനങ്ങൾക്ക് മേലുള്ള ആഘാതം കുറയ്ക്കാൻ എന്തു ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിക്കുകയാണെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാത്തതിനെ തുടർന്ന് ഇടഞ്ഞുനിന്ന രമേശ് ചെന്നിത്തലയെ വീട്ടിലെത്തി കണ്ട് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. കാലവർഷം എത്തും മുമ്പേ സംസ്ഥാനത്ത് മഴ കനക്കുന്നു. അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.